Hello friends, welcome back to our channel Phoenix Excellence in Studies. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ കണ്ടിന്യൂഷനാണ്. ഒരു പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ +1 സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ലിവിങ് വേൾഡിൻ്റെ ഫോക്കസ് ഏരിയ ക്ലാസ്സിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ കാണാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് ഫോക്കസ് ഏരിയ ടോപ്പിക്കായ ടേബിൾ 2.1 ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ RH വിറ്റേക്കേഴ്സ് ക്ലാസിഫിക്കേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ സെക്കൻഡ് ടോപ്പിക്കായ കിങ്ഡം ഫംഗയിലെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കിങ്ഡം ഫംഗൈ. ഓക്കെ, ഫംഗൈ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കിങ്ഡം ഫംഗയുടെ മെയിൻ ക്യാരക്ടേഴ്സ് ഓർത്തെടുക്കാം. ഓക്കെ, കിങ്ഡം ഫംഗയിലെ മെമ്പേഴ്സിൻ്റെ സെൽ ടൈപ്പ് ഏതാണ്? യൂകാരിയോട്ടിക് സെൽ, അതായത് മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് അല്ലെങ്കിൽ ട്രൂ ന്യൂക്ലിയസ് ഉള്ള സെൽ. ഓക്കെ അല്ലേ. ഇനി സെൽ വാൾ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ദ സെൽ വാൾ ഈസ് പ്രസൻറ്റ് വിത്ത് കൈറ്റിൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ? ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസൻ്റ് ആണ്. അതുപോലെ തന്നെ ബോഡി ഓർഗനൈസേഷൻ മൾട്ടി സെല്ലുലാർ അല്ലെങ്കിൽ ലൂസ് ടിഷ്യൂ ആണ്. അതുപോലെ തന്നെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ആണ്, അതായത് ഫുഡിന് വേണ്ടി മറ്റുള്ള ഓർഗാനിസത്തിന് ഡിപ്പെൻഡ് ചെയ്യും. ഇത് രണ്ട് ടൈപ്സാണ്, സാപ്രോഫൈറ്റ്സും പാരസൈറ്റ്സും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് കിങ്ഡം ഫംഗയുടെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്? ഒന്ന്, യൂകാരിയോട്ടിക് സെൽ, ദ സെൽ വാൾ ഈസ് പ്രസൻറ്റ് വിത്ത് കൈറ്റിൻ, ദ ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് പ്രസൻറ്റ്, ബോഡി ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ മൾട്ടി സെല്ലുലാർ ഓർ ലൂസ് ടിഷ്യൂ, ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഹെറ്ററോട്രോഫിക്. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, ഫംഗൈ ആർ യൂകാരിയോട്ടിക് ഹെറ്ററോട്രോഫിക് ഓർഗാനിസം. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, ഫംഗൈ ആർ യൂകാരിയോട്ടിക് ഹെറ്ററോട്രോഫിക് ഓർഗാനിസം. ദേ ഷോ എ ഗ്രേറ്റ് ഡൈവേഴ്സിറ്റി ഇൻ മോർഫോളജി ആൻഡ് ഹാബിറ്റേറ്റ്. മോർഫോളജിയിലും ഹാബിറ്റേറ്റിലൊക്കെ വളരെ വലിയ വൈവിധ്യം കാണിക്കുന്ന ഒരു കിങ്ഡമാണ് കിങ്ഡം ഫംഗൈ. ഓക്കെ അല്ലേ. നമ്മൾ കഴിക്കുന്ന കോമൺ മഷ്റൂം, അതുപോലെ തന്നെ ടോഡ് സ്റ്റൂൾസ്, ഇതെല്ലാം ഫംഗൈക്ക് എക്സാമ്പിൾസ് ആണ്. അതുപോലെ തന്നെ മസ്റ്റാർഡ് ലീവ്സിൽ കാണുന്ന വൈറ്റ് സ്പോട്ട് പാരസിറ്റിക് ഫംഗസ് കാരണമാണ് വരുന്നത്. ദ വൈറ്റ് സ്പോട്ട് സീൻ ഓൺ മസ്റ്റാർഡ് ലീവ്സ് ആർ ഡ്യൂ ടു ദ പാരസിറ്റിക് ഫംഗസ്. ഓക്കെ, ഇനി ഫംഗയുടെ കോമൺ ടൈപ്സ് ആണ് നമ്മൾ പറയുന്നത്. അതിലൊന്നാമത് ഈസ്റ്റ്. നമ്മൾ ബ്രെഡും ബിയറും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഈസ്റ്റ്, അതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. രണ്ടാമത്തത് പിസീനിയ, അതായത് വീറ്റ് റസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടാകാൻ കാരണമായ ഒരു ഓർഗാനിസമാണ് പിസീനിയ. ഓക്കെ അല്ലേ. ഇനി മൂന്നാമത് പെൻസിലിയം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പെനിസിലിൻ എന്ന ആൻറ്റിബയോട്ടിക്സിൻ്റെ സോഴ്സാണ് പെൻസിലിയം. ഓക്കെ, അപ്പോൾ ഫംഗസിൻ്റെ കോമൺ ടൈപ്സ് ഏതൊക്കെയാണ്? ഒന്ന്, ഈസ്റ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു മേക്ക് ബ്രെഡ് ആൻഡ് ബിയർ. രണ്ട്, പിസീനിയ ദ കോസ്റ്റീവ് ഓർഗാനിസം ഓഫ് വീറ്റ് റസ്റ്റ് ഡിസീസ്. നെക്സ്റ്റ്, പെനിസിലിയം ദ സോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് കോൾഡ് പെനിസിലിൻ. ഓക്കെ അല്ലേ. ഇനി പറയുന്നത് യൂണിസെല്ലറായ ഈസ്റ്റ് പോയിട്ട് ബാക്കി എല്ലാ ഫംഗയും ഫിലമെൻറ്റസ് ആണ്. The fungi are filamentous with the exception of the unicellular yeast. Next, the body of the fungi consists of long, slender, thread-like structures called hyphae. ഫംഗയുടെ ബോഡിയിൽ ലോങ് സ്ലെൻഡർ ത്രെഡ്-ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാറുണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഫേ. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, ദ നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ ഈസ് കോൾഡ് മൈസീലിയം. ഹൈഫേസിൻ്റെ നെറ്റ്വർക്കിനെയാണ് നമ്മൾ മൈസീലിയം എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ. അടുത്ത ഹൈഫേ രണ്ട് തരത്തിൽ കാണാറുണ്ട്, സീനോസിറ്റിക് ഒരു അസെപ്റ്റേറ്റ് ഹൈഫയും സെപ്റ്റേറ്റ് ഹൈഫയും. അപ്പോൾ സീനോസിറ്റിക് അല്ലെങ്കിൽ അസെപ്റ്റേറ്റ് ഹൈഫ എന്നാൽ എന്താണ്? ചില ഹൈഫേസ് മൾട്ടി ന്യൂക്ലിയേറ്റ് സൈറ്റോപ്ലാസം ഫില്ല് ചെയ്ത കണ്ടിന്യൂസ് ട്യൂബ്സ് ആണ്. അതിനെയാണ് നമ്മൾ സീനോസിറ്റിക് അല്ലെങ്കിൽ അസെപ്റ്റേറ്റ് ഹൈഫ എന്ന് വിളിക്കുന്നത്. സം ഹൈഫേ ആർ കണ്ടിന്യൂസ് ട്യൂബ്സ് ഫിൽഡ് വിത്ത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം. ദേ ആർ കോൾഡ് സീനോസിറ്റിക് ഓർ അസെപ്റ്റേറ്റ് ഹൈഫേ. ഇനി എന്താണ് സെപ്റ്റേറ്റ് ഹൈഫേ? ചില ഹൈഫയിൽ സെപ്റ്റേ അല്ലെങ്കിൽ ക്രോസ് വാൾസ് കാണാറുണ്ട്. അവയാണ് നമ്മൾ സെപ്റ്റേറ്റ് ഹൈഫേ എന്ന് വിളിക്കുന്നത്. സം ഹാവ് സെപ്റ്റേ ഓർ ക്രോസ് വാൾസ് ഇൻ ദെയർ ഹൈഫേ ആൻഡ് ദേ ആർ കോൾഡ് സെപ്റ്റേറ്റ് ഹൈഫേ. ഓക്കെ അല്ലേ. ഓക്കെ, നെക്സ്റ്റ്, ഫംഗയുടെ സെൽ വാൾ കൈറ്റിനും പോളിസാക്രൈഡ്സും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദ സെൽ വാൾസ് ഓഫ് ഫംഗൈ ആർ കമ്പോസ്ഡ് ഓഫ് കൈറ്റിൻ ആൻഡ് പോളിസാക്രൈഡ്സ്. മോസ്റ്റ് ഫംഗൈ ആർ ഹെറ്ററോട്രോഫിക്, നമ്മൾ നേരത്തെ പറഞ്ഞു, ആൻഡ് അബ്സോർബ് സോലബിൾ ഓർഗാനിക് മാറ്റർ ഫ്രം ദ ഡെഡ് സബ്സ്ട്രേറ്റ് ആൻഡ് ആർ കോൾഡ് സാപ്രോഫൈറ്റ്സ്. ഡെഡ് ആൻഡ് ഡീക്കെ ഓർഗാനിസത്തിൽ നിന്ന് ഫുഡ് ഡെറൈവ് ചെയ്യുന്ന ഫംഗയെ നമ്മൾ സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നു. എന്നാൽ മറ്റു ചിലത് ലിവിങ് പ്ലാന്റ്സ് ഓർ അനിമൽസിനെ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നു. അവരെ നമ്മൾ പാരസൈറ്റ്സ് എന്ന് പറയുന്നു. ഓക്കെ,
അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ദ സെൽ വാൾ ഓഫ് ദ ഫംഗൈ ആർ കമ്പോസ്ഡ് ഓഫ് കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ്സ്. മോസ്റ്റ് ഫംഗൈ ആർ ഹെറ്ററോട്രോഫിക് and soluble or absorb soluble organic matter from the dead substrates, and they are called saprophytes. The fungi that depends on the living plants or animals for their food are called parasites. Okay. Next, fungi can also live as symbionts. അതായത് ചില ഫംഗി ഫുഡിന് വേണ്ടി മറ്റുള്ള ഓർഗാനിസത്തിൻ്റെ കൂടെ ജീവിക്കും. അവരെയാണ് നമ്മൾ സിംബയോൺസ് എന്ന് വിളിക്കുന്നത്. The fungi living with other organisms for food are called symbionts. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ആൽഗയും ഫംഗിയും തമ്മിലുള്ള അസോസിയേഷനെ വിളിക്കുന്ന പേരാണ് ലൈക്കൺ. ആൽഗയും ഫംഗിയും തമ്മിലുള്ള അസോസിയേഷൻ ലൈക്കൺ. ഈ ലൈക്കൺ എന്ന് പറയുന്നത് പൊല്യൂട്ടഡ് ഏരിയാസിലൊന്നും വളരില്ല. അതുകൊണ്ട് അതിനൊരു ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്ററായിട്ട് കാണാം. ലൈക്കൺ ഈസ് എ ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ. അതുപോലെ തന്നെ ഫംഗിയും ഹയർ പ്ലാന്റ്സിൻ്റെ റൂട്ട്സും തമ്മിലുള്ള അസോസിയേഷൻ അതിനെ വിളിക്കുന്ന പേരാണ് മൈക്കോറൈസ. ഓക്കെ, ഫംഗിയും ആൽഗയും തമ്മിലുള്ള അസോസിയേഷനെ വിളിക്കുന്ന പേര് ലൈക്കൺ. ഫംഗിയും ഹയർ പ്ലാന്റ്സിൻ്റെ റൂട്ടും തമ്മിലുള്ള അസോസിയേഷനെ വിളിക്കുന്ന പേര് മൈക്കോറൈസ. ഇനി പറയുന്നത് ഫംഗയുടെ ടൈപ്സ് ആണ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫോക്കസ് ഏരിയയിൽ പഠിക്കാനില്ല. സോ നെയിംസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ദ 4 ടൈപ്സ് ഓഫ് ഫംഗൈ ആർ ഫൈക്കോമൈസിറ്റ്സ്, അസ്കോമൈസിറ്റ്സ്, ബസിഡിയോമൈസിറ്റ്സ് ആൻഡ് ഡിറ്റിരിയോമൈസിറ്റ്സ്. The 4 types of fungi are Phycomycetes, Ascomycetes, Basidiomycetes and Deuteriomycetes. ഓക്കെ അല്ലേ? ഇനി കിങ്ഡം ഫംഗയിലെ റീപ്രൊഡക്ഷനാണ് പറയുന്നത്. 3 തരത്തിലുള്ള റീപ്രൊഡക്ഷൻ കിങ്ഡം ഫംഗയിലെ മെമ്പേഴ്സ് കാണിക്കുന്നുണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ. 3 തരത്തിലുള്ള റീപ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, ഇതിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മെയിൻലി നടക്കുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ, ബഡ്ഡിംഗ് തുടങ്ങിയ പ്രോസസ്സുകളിലൂടെയാണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ കൊണീഡിയ, സ്പൊറാൻജിയോസ്പോർസ്, സൂസ്പോർസ് എന്നിവയിലൂടെയാണ് നടക്കുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഊസ്പോർസ്, അസ്കോസ്പോർസ്, ബസിഡിയോസ്പോർസ് തുടങ്ങിയവയിലൂടെ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? ഫംഗയിൽ റീപ്രൊഡക്ഷൻ 3 ടൈപ്സ് ആണ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇതിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ, ബഡ്ഡിംഗ് തുടങ്ങിയ പ്രോസസ്സുകളിലൂടെ നടക്കുന്നു. അസെക്ഷൽ റീപ്രൊഡക്ഷൻ കൊണീഡിയ, സ്പൊറാൻജിയോസ്പോർസ്, സൂസ്പോർസ് തുടങ്ങിയ സ്ട്രക്ചേഴ്സിലൂടെ നടക്കുന്നു. സെക്ഷൽ റീപ്രൊഡക്ഷനോ ഊസ്പോർസ്, അസ്കോസ്പോർസ്, ബസിഡിയോസ്പോർസ് തുടങ്ങിയവയിലൂടെ നടക്കുന്നു. ഓക്കെ അല്ലേ? ഇനി പറയുന്നത് സെക്ഷൽ സൈക്കിളിലെ മെയിൻ സ്റ്റെപ്സ് ആണ്. സെക്ഷൽ സൈക്കിൾ ഇൻവോൾവ്സ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. ഏതൊക്കെയാണ്? പ്ലാസ്മോഗമി, കാരിയോഗമി, മിയോസിസ്. ഓക്കെ, പ്ലാസ്മോഗമി, കാരിയോഗമി, മിയോസിസ്. അപ്പോൾ ഫസ്റ്റ് പ്ലാസ്മോഗമി. എന്താണ് പ്ലാസ്മോഗമി? ദ ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ബിറ്റ്വീൻ 2 മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ ഗാമീറ്റ്സ് ഇസ് കോൾഡ് പ്ലാസ്മോഗമി. 2 മോട്ടൈലോ നോൺ മോട്ടൈലോ ആയ ഗാമീറ്റ്സിൻ്റെ പ്രോട്ടോപ്ലാസംസ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്ലാസ്മോഗമി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കാരിയോഗമി, അതായത് ന്യൂക്ലിയസിൻ്റെ ഫ്യൂഷൻ. ദ ഫ്യൂഷൻ ഓഫ് 2 ന്യൂക്ലിയ ഈസ് കോൾഡ് കാരിയോഗമി. ഇനി അടുത്ത് പറയുന്നത് മിയോസിസ്. സൈഗോട്ട് മിയോസിസ് നടന്ന് ഹാപ്ലോയിഡ് സ്പോർസ് ആയി മാറും. അത് നമുക്കറിയാം. ദ സൈഗോട്ട് അണ്ടർഗോസ് മിയോസിസ് റിസൾട്ടിങ് ഇൻ ദ ഹാപ്ലോയിഡ് സ്പോർസ്. ഓക്കെ, അപ്പോൾ സെക്ഷൽ സൈക്കിളിലെ മെയിൻ സ്റ്റെപ്സ് മറക്കരുത്. പ്ലാസ്മോഗമി, കാരിയോഗമി ആൻഡ് മിയോസിസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഇൻ സം ഫംഗൈ 2 ഹാപ്ലോയിഡ് ഹൈഫേ ഓഫ് കോമ്പാറ്റബിൾ മേറ്റിംഗ് ടൈപ്സ് കം ടുഗെദർ ആൻഡ് ഫ്യൂസസ് റിസൾട്ടിങ് ഇൻ ദ ഡിപ്ലോയിഡ് ദാറ്റ് ഈസ് 2n സെൽസ്. ഇത് കോമൺ കേസാണ്. യൂഷ്വലി 2 ഹാപ്ലോയിഡ് ഹൈഫേസ് ഒന്നിച്ച് വന്ന് ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവുകയാണ് ചെയ്യുക. എന്നാൽ ഇൻ ഹയർ ഫംഗി, അതായത് ഇൻ അസ്കോമൈസിറ്റ്സ് ആൻഡ് ബസിഡിയോമൈസിറ്റ്സ്, കാരിയോഗമി അതായത് ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയസ് ഇസ് ഡിലേഡ് ആൻഡ് ഒക്കർ ജസ്റ്റ് ബിഫോർ മിയോസിസ്. അതായത് ഹയർ ഫംഗീസായ അസ്കോമൈസിറ്റ്സിലും ബസിഡിയോമൈസിറ്റ്സിലും കാരിയോഗമി അല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെ ഫ്യൂഷൻ ഡിലേഡ് ആവുകയും അത് മിയോസിസിന് തൊട്ട് മുൻപേ നടക്കുകയും ചെയ്യുന്നു. ഈ ഒരു കേസിൽ ഇൻ സച്ച് കേസസ് ദ ഓപ്പോസിറ്റ് ന്യൂക്ലിയൈ റിമെയിൻ പെയർഡ്. അതായത് ഇങ്ങനൊരു കേസ് വരുമ്പോൾ ഫ്യൂഷന് മുമ്പ് തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ന്യൂക്ലിയസ് പെയർഡ് ആവുകയും n+n കണ്ടീഷൻ അതായത് ഡൈകാരിയോട്ടിക് സ്റ്റേജിൽ എത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ 2 ന്യൂക്ലിയേറ്റഡ് ആയിട്ടിരിക്കുന്ന കണ്ടീഷനിലിരിക്കുന്ന സെല്ലിനെയാണ് നമ്മൾ ഡൈകാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു നമ്മൾ? ഇൻ സം ഫംഗൈ 2 haploid hyphae of compatible mating types come together and fuses, resulting in the diploid, that is 2n cells.
അടുത്ത് ഇൻ ഹയർ ഫംഗി ദറ്റ് ഇസ് അസ്കോമൈസിറ്റ്സ് ആൻഡ് ബസിഡിയോമൈസിറ്റ്സ് ദ കാരിയോഗമി ഈസ് ഡിലൈഡ് ആൻഡ് ഒക്കേഴ്സ് ജസ്റ്റ് ബിഫോർ മിയോസിസ്. In these cases, the opposite nuclei remain paired, that is N plus N condition, that is dikaryotic stage, before the fusion. Such cells, that is a cell with the two nucleated condition, is called the dikaryotic cell. Okay, clear ആയല്ലോ? അപ്പോൾ ഇത്രയുമേ കിങ്ഡം ഫംഗി എന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് പാർട്ട് വൈറസസ് ആണ്. അത് നമ്മൾ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി ഉടൻ തന്നെ കാണാം. എല്ലാവരും സേഫായിരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.